ഹലോ ഗായ്സ്, വെൽക്കം ടു പോഡ്കാസ്റ്റ് 3. നമ്മൾ ഇന്ന് മാറ്റി അവിടെ വെൽക്കം ടു ഗെക്സ് ടോക്സ്. അല്ല ഞാൻ ഇടക്കൊന്നും പറഞ്ഞായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെക്സ് ടോക്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഇന്നത്തെ കാലാവസ്ഥ അറിയാല്ലേ, അടിപൊളി മഴ കാരണം നമുക്ക് വെട്ടവും കുറവാണ്. ഇന്ന് ഇച്ചിരി കുറവ് മഴയുണ്ട്. നമുക്ക് ഇന്ന് കുറവ് മഴയില്ല. ഇന്ന് കുറവ് മഴയാണോന്ന് വെച്ചാ ഇന്നലത്തെക്കാട്ടി കുറവല്ലേ? ഇന്നലെ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. ഇന്നലെ നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട്, കടപ്പുറത്ത് വഹിക്കുന്നത്. അവിടെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയും കാറ്റും. രാത്രി ഭയങ്കര കാറ്റായിരുന്നു അല്ലേ? ഇറങ്ങാറില്ല, പൊതുവെ വീട്ടിൽ നിന്ന് വിടാറില്ല. അങ്ങനല്ല. അല്ല, ഇന്നലെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന് അപ്പം ബിസി ആയിപ്പോയി. അത് ഇന്നലെ മഴ രാവിലെ തൊട്ട് മഴ. ഞാൻ മൂടി പോയിച്ചിടന്ന് പറയും, വൈകുന്നേരം ഫുൾ 24/7 ഫോൺ എടുക്കാൻ. ഞായറാഴ്ച, ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നു? ഞായറാഴ്ച ആയിരുന്നു. പീക്ക് ലേസി മോഡാവും അല്ലേ? പിന്നെ മഴ ഞാൻ അപ്പോഴേ ബ്ലാങ്കറ്റ് എടുക്കും. നമ്മളെ പുതിയ മൈക്ക് ഗൈസ്, യൂട്യൂബ് റവന്യൂ നിന്ന് ആദ്യത്തെ അങ്ങനെയാണ്. റവന്യൊന്നും അല്ല, ഞങ്ങള് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മൈക്ക് മേടിച്ച. നമ്മളെ കൂട്ടായ്മ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഗ്രിൽ വൈബ്സ്. നമ്മൾ ഒരിക്കൽ എല്ലാരും നമ്മളെ ഫ്രണ്ട്സ് കൂട്ടായ്മ നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും കൂടി സഹായിച്ച് ഞങ്ങൾക്കൊരു മൈക്ക് വാങ്ങിച്ചു തന്നു അല്ലേ? നമ്മളൊരു മൈക്ക് വീട് ഞങ്ങൾ തന്നെ മൈക്ക് അങ്ങനെ പറയാ. മഴയെ പറ്റിയുള്ള നമ്മുടെ ഓർമ്മകളും. പറഞ്ഞപ്പോഴും മഴ, ലൈറ്റ് മഴ, നൈസായിട്ട് മഴ. നല്ലൊരു ചായ കുടിക്കാനുള്ള മൂടാണ്. റോഷൻ അല്ല, എനിക്ക് അറിയത്തില്ല. അറിയത്തില്ല. ഇല്ല, എനിക്ക് ചായയുടെ അറിയാം, പക്ഷെ ഇട്ടിട്ടില്ല. റോഷിന്റെ ചായ ഞങ്ങൾ ഒരു വ്ലോഗിൽ ഇടുന്നേ. നിങ്ങളെ ചായ ഇടാന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാ ചായ ഇടാ അറിയാം എന്നാണ് പറഞ്ഞത്. അങ്ങനല്ല, എനിക്ക് അറിയാം, കണ്ടിട്ടുണ്ട്. തിയറി അറിയാം, പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ല. പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യാം. റോഷിന്റെ ചായ എന്ന് പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ വരുന്നേ. ഷോർട്സ് ഇട്ട് അറിയാം. ഷോർട്ട് മതി. ഷോർട്സ് അല്ലേ? ഞാൻ തകർക്കൂടാ. എന്നോടി ഞാൻ തകർക്കൂടാ. പിന്നെ അത് ഭയങ്കര ഇതായിട്ടെന്ന് പറയുന്നത്. എനിക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വെറുതെ വീട്ടിലിരിക്കാക്കത്തില്ല. മഴ തുടങ്ങി നനയണം, അല്ലെങ്കിൽ അതല്ല. ഇല്ല, എനിക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വിരിവിരിപ്പാണ്. ചായ കുടിക്കാൻ പോകണം. കോളേജ് ആയത് തന്നെ മഴ പെയ്താൽ ഞാനും ഹോസ്റ്റലൊക്കെ ഇല്ലേ, മഴ തുടങ്ങി ഓടും. കോളേജിൽ പോരല്ലേ? ഞാൻ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല, വെറുതെ എന്തെങ്കിലും ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഉറക്കമാണ് മെയിൻ. മഴയത്ത് നിങ്ങൾക്ക് ഏറ്റവും മഴയത്ത് പുറത്തിറങ്ങാറുണ്ട്. മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൂമെന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മള് വർക്കല സിനിമ കാണാൻ പോയ ഓർമ്മയില്ല? അതെ, ആദ്യമായിട്ട് ട്രെയിനിൽ കയറ്റിയ അത് കഥ പറഞ്ഞു. ഭയങ്കര കോമഡിയാ. അത് ഭയങ്കര കോമഡിയാ. എന്ന് വെച്ചാൽ പടം കണ്ടു, തിരിച്ചിറങ്ങിയപ്പോ തിരിച്ചെങ്ങനെ വരവൂര് വർക്കലാണ് ഞങ്ങള് നിക്കുന്നത്. ബസ്സില്ല. അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ കയറണോ എന്തോ വേണോ നിങ്ങളെ അറിയാൻ വയ്യ. ടിക്കറ്റ് എടുക്കാനൊക്കെ പൈസ നമ്മൾ സ്വരുക്കൂട്ടി എണ്ണിപ്പറക്കി എടുത്ത്, എന്നിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മളൊരു അവിടെ നിന്നൊരു പോലീസുകാരനോട് ചോദിച്ച് പരവരോട്ടുള്ള ട്രെയിൻ ഇപ്പൊ ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഈ ട്രെയിനാണ് കയറി. അത് വിറ്റങ്ങനെയല്ല. എന്ന് വെച്ചാൽ എല്ലാരും സ്റ്റേഷനിൽ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പൊ ഞങ്ങള് 2-3 പേര് വന്നിട്ട് ഇങ്ങനെ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് ചോദിച്ച് ട്രെയിൻ ഇപ്പൊ ഉണ്ടോ, വരവരോട്ട് ട്രെയിൻ ഉണ്ടോന്ന് പറഞ്ഞപ്പോ ആ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. പുള്ളി ഇങ്ങനെ ചാടി ആ ട്രെയിൻ. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എല്ലാരും ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓടി വരും. എല്ലാരും കേറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കാനെടുത്ത് 2 പേരെ കാണുന്നില്ല. ഇവനെയും അബുവിനെ ഞങ്ങൾ ഇവിടെ കാണിച്ചു. അപ്പൊ അബുവിനെയും കാണുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കുക, ഇവന്മാരെവിടാ. അങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചപ്പോ ഇവന്മാര് കയറിയിരിക്കുന്ന അപ്പുറത്തെ കമ്പാർട്ട്മെന്റ്. അല്ല, 4 കമ്പാർട്ട്മെന്റ് ബാക്കിൽ. ഞാനും അവനും കയറിയപ്പോഴത്തേക്ക് ബാക്കിൽ നിന്നും പോലീസുകാർ വിളിച്ച് ഓടി കയറി. ഞാനും അവനും ഫ്രീസായി, ഇങ്ങനെ നിന്നു. എന്നിട്ട്
പോലീസുകാരെ ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് തന്നെ വരുന്നത്. അപ്പം ലാത്തിയൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിച്ച് നീ ഒന്ന് അടി കിട്ടും കയറി ഇച്ചു കൂടെ നല്ല സ്പീഡായി ട്രെയിൻ. എന്നിട്ട് രണ്ടും കളിപ്പിച്ച് അങ്ങ് ചാടിയും കയറി. ഞാൻ കേരള കേട്ടോ ഞങ്ങൾ കേറിയപ്പോഴേ പോലീസുകാരെ അവിടെ നിന്ന് വിളിച്ചു തുടങ്ങി. നമ്മള് പക്ഷേ സേഫ് ആയിട്ടൊക്കെ കാരണം നമ്മൾ പോയപ്പോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ടിക്കറ്റ് എടുത്തിട്ടില്ല. മോശമാണ് അങ്ങനെ ചെയ്യരുത്. കേരള ഇന്ത്യൻ റെയിൽവേനെ നിങ്ങൾ ഇത് ചെയ്ത് അബ്യൂസ് ചെയ്തു. പക്ഷെ അന്ന് പക്ഷെ ട്രെയിനില്ല, ഞങ്ങൾക്ക് വേറെ വഴിയില്ല വരാൻ തിരിച്ച്. ആ ട്രെയിനൂടെ കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മള് സ്റ്റേഷൻ മാസ്റ്റർ ആണ് പറഞ്ഞത് നമ്മളത് കയറിക്കോളാം. മഴയാണ് സമയം. അങ്ങനെ ഞങ്ങള് എത്ര വർഷം മുമ്പ്? 5 വർഷമോ? 2020 സമയം. പ്ലസ് ടു കഴിഞ്ഞ നമ്മള് പ്രായമൊന്നുമില്ല. എന്നിട്ട് എന്തായിരുന്നു ഇവന്മാരവിടെ എന്നിട്ട് നമ്മളെ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ ആകപ്പാടെ 4 പേരേ ഉള്ളൂ. ഞാനിവനും പിന്നെ വേറെ ഒരു 2 പേരും, അത്രേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അബു ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എടാ ഒരു പ്രശ്നമുണ്ട്. വേറെ എന്ത്? ബാക്ക് ഇറ്റിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യും? അമ്മ പറഞ്ഞ് ഈ ട്രെയിൻ എവിടം വരെ പോകണോ, എവിടെ നിന്ന് എടുത്ത് എവിടം വരെ പോകണം, അവിടം വരെ ഉള്ള പൈസ ഫൈനായിട്ട് കൊടുക്കണമെന്ന് ഇവനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പൈസ ഇല്ലല്ലോ. ഇല്ല. ഇങ്ങനെ മിണ്ടാതിരിക്കാൻ നേരത്തെ TTR വന്നിട്ട് ഇങ്ങനെ തട്ടി അബുവിനെ. അപ്പോൾ സൈഡിൽ ഇരിക്കുന്നു, ഞാൻ ഇങ്ങനെ വിൻഡോ സീറ്റിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ ചിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കളലക്ഷം കൊണ്ട് അപ്പഴേ വെക്കുക. ഞാൻ അങ്ങനെ വെളിയിലോട്ട് നോക്കി ഇങ്ങനെ ഇരുന്ന് അബുവിൻ്റെ തോളിൽ ഇങ്ങനെ TTR തട്ടുന്നു. അബു ഇങ്ങനെ നോക്കിയിട്ട് കാണിച്ചായിരുന്നു ചേട്ടാ. TTR ഓക്കെ. ഞാൻ ഇപ്പോൾ സൈഡിൽ ഇരുന്നില്ല. TTR നടന്നു പോയി. നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ വന്നിരുന്ന് പരവരെത്തിയപ്പോഴും നമ്മളങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പയ്യെ നടന്ന് ചിരിച്ചോണ്ടിറങ്ങി. അന്ന് എല്ലാവരും ഫോണും ഇല്ല. കോമഡി. നമ്മളെ ഫോണൊന്നും ഇല്ല. എന്നിട്ട് ഞങ്ങള് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ പേര് വേണം. പിന്നെ മഴയത്ത് കിടന്നു ഓടി ചാട്ടും. ഇരുട്ടത്ത് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് വെറുതെ ആ ഹോട്ടലിൽ നിന്ന് ജംഗ്ഷൻ വരെ മഴയത്ത് ഞങ്ങൾ എന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഫോണിൽ ചാർജ് ഇല്ല. 1-2 പേരൊന്നും അല്ല, ഒരു 6-8 പേരുണ്ടായിരുന്നു. 10 പേരുണ്ടായിരുന്നു. 10 പേരുണ്ടായിരുന്നു. എന്റെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ കടയിൽ നിന്ന് മറ്റേ കറി കഴിക്കുന്ന കവർ മേടിച്ചിട്ട് ഫോണൊക്കെ എടുത്തിട്ട് റബ്ബർ ബാൻഡൊക്കെ പോക്കറ്റ് ഇട്ടിട്ടാണ് അവിടെ ഇവിടെ പേര് പറഞ്ഞത്. അത് ഇവന്മാർ ഇവന് ആകാശിന്റെ വീട് ഈ ഐഡിയല്ല, എന്റെ വീട് അങ്ങോട്ടാ. ഞാൻ ഒറ്റയ്ക്ക് ഓടി. ഇങ്ങോട്ട് ഞാനും ആകാശം മിന്നലടിക്കുന്ന വട്ടത്തിലാണ് ഓടിയത്. എന്റെ വീട് തിരിച്ചാ. അങ്ങനെ ഞാൻ തിരിഞ്ഞ് അങ്ങോട്ട് ഓടി. ഇവന്മാർ ജംഗ്ഷനിൽ പല ആരെയില്ല, സ്കൂട്ടർ ഉണ്ടായിരുന്നു. 3 പേര് അങ്ങ് രക്ഷ. ഞാനും ആകാശം കഴിഞ്ഞുമാണ് നടന്നത്. അതൊരു നല്ല മൊമെന്റ്. അത് ഏറ്റവും വിറ്റെന്ന് പറഞ്ഞാൽ ഇവ ട്രെയിനിന്റെ ജീവിതത്തിൽ ആദ്യം ട്രെയിനിൽ കയറുന്നു. അതും ടിക്കറ്റ് എടുക്കാൻ പിടിക്കണം കേട്ടോ. ആരും ടിക്കറ്റ് എടുത്തു. എനിക്ക് സീസൺ ഉണ്ട്. പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ സീസൺ എടുത്താ. അത് കൊള്ളാം. അതൊരു നല്ല മൊമെന്റ് ആയിരുന്നു. മഴയത്ത് എന്തുമാത്രം. ഞാനും ആകാശം മഴയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ മഴയാനെ ഇറങ്ങി നടക്കുക. അല്ല ഇവനല്ല, ഞാൻ ഇതിനകത്ത് വരാത്തൊരു ക്യാമിയോ ഉണ്ട്. വരും ഉടനെ വരും. അവൻ 2 ആകാശം നമ്മളെ കൂട്ടത്തിൽ. ആകാശിന്റെ പേര് എല്ലാ ഗ്രൂപ്പിലും കണ്ട് 2-3 ആകാശ്. അണ്ടർറേറ്റഡ് ആണ്. ആകാശിന്റെ പേര് എടാ പേര് എല്ലായിടത്തും ഉണ്ട്. അണ്ടർറേറ്റഡ് ആണോന്ന് ചോദിച്ചാ അല്ലല്ല. ആ സമയത്ത് അതൊരു വിഷയത്തിൽ നമ്മളെ പ്രായത്തിലുള്ള എന്ന് വെച്ചാൽ നമ്മളെ 1 വയസ്സിന് മൂത്ത 1 വയസ്സിനാണ് ആ ബാച്ച് തന്നെ കാണും. ഇഷ്ടം പോലെ ആകാശ് ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ ഇവന്റെ പേര് അടിപൊളിയാട്ടോ. ആദിത്യു. എന്ത് നിനക്ക് ആകാശം തരുന്നത്? ആ മഴയാണ് ആ വിഷയം. തെന്നി മാറുന്നു. മഴയല്ലേ തെന്നെ. പോഡ്കാസ്റ്റിന് പുറത്തു പോകും. ഇറങ്ങ്. എന്റെ മൈക്കന്നെ താണോ? സ്റ്റുഡിയോ എന്നത് ഫോൺ എന്നതാ. അടിച്ച് തെറ്റി പിരിയും ഗൈസ്. ഒരു ഫോർച്യൂണർ എടുക്കാനുള്ള പരിപാടിയാ. ഒരു ഫോർച്യൂണർ എടുക്കാം. എല്ലാരും സഹായിക്കണം. അടിച്ചു തെറ്റുമ്പോ 3 പേജ് തുടങ്ങും. അത് ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ. എന്റെ ചാനൽ അത് തന്നെ ആയിരിക്കും. റിപ്പോർട്ട് അടിച്ചു കളയാം. എന്നിട്ട് വന്നിട്ട് ഇവനെ ചീത്ത വിളിക്കും. എന്നെ ചീത്ത വിളിക്കും. നമ്മൾ 2 പേരുടെ ഇവനെ ചീത്ത വിളിക്കും.
ഇപ്പൊ നമ്മൾ രണ്ടുപേരും അതല്ല നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? നമ്മൾ ഫോർച്യൂണർ വേണം, നമുക്ക് കൂട്ടത്തിൽ ഫോർച്യൂണർ ഉണ്ട്. നമുക്കൊരു ഫ്ലെക്സ് ചെയ്തേനെ. നമുക്കൊരു ഏത് ഒരു വണ്ടി എടുക്കണോടാ, നല്ലൊരു വണ്ടി എടുക്കണം. കാര്യം ഓ ആയിക്കോട്ടെ, നിങ്ങൾ സഹായിക്കും. ഞാൻ ഒരു വലിയ വണ്ടി വേണം, എല്ലാവർക്കും ഇരുന്ന് പോകാനാണ്. ഈ ബസ് വിളിക്കോ? അല്ല അല്ലല്ല അവെങ്ങനെ ഇപ്പൊ തന്നെ ആശയ ഒരാൾ വരെ ഉണ്ട്. ബസ് വിളിച്ചാൽ എല്ലാരും പോകും. ഞാൻ ബസ് വിളിച്ചാ, പക്ഷെ ആരുണ്ട്? ഇപ്പൊ ആരും ഇല്ലല്ലേ, എല്ലാരും പണിക്ക് പോയി. എല്ലാരും വിളിച്ചു കേട്ടേ. ഞാൻ ഉച്ചയായിട്ടോടെ എല്ലാവരും തിരിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്ന് പിന്നെ തന്നെ അതെ അതെ അതെ. റോഷിന് ഉടനെ പോകും. അതിന് മുമ്പേ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആയ റോഷിന് ഇവിടെ നിർത്താനാണ് എന്റെ പ്ലാൻ. അതാണ് എന്റെ അപ്പൊ മിക്കവാറും പ്രാവശ്യം പോകും. മിക്കവാറും പോകും അടുത്ത പണിയെടുക്കാൻ. സപ്പോർട്ട് ചെയ്യും, നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മളെപ്പോലുള്ള ആൾക്കാർ കേരളം വിട്ട് നാട് വിടുവാണ് ഗൈസ്. നമ്മൾ പോകരുത്. അതാ എല്ലാരും എബ്രോഡ് പോവാ പഠിക്കാൻ. പിന്നെ സത്യം ബാക്കിയുള്ളവന്മാര് പണി കിട്ടി അപ്പഴേ പുറത്തും ആർക്കും ജോലിയില്ല. കേരളത്തിൽ ജോലി സെറ്റ് ചെയ്യായിരിക്കും. എന്തിനിങ്ങനെ ജീവിക്കുന്നത്? എന്തിന് എനിക്കിങ്ങനെ അത്രയും ബിസി ആവണമെന്ന് പറ്റത്തില്ല. ജോലി ചെയ്യാൻ പറ്റില്ല അവന്. അങ്ങനെയാണ്. പണം പറയാം. പിന്നെ അങ്ങനെ തന്നെ അത് തന്നെ. അതെന്താ അങ്ങനെയാണ്? എനിക്ക് മഴയത്ത് മാവൂ എന്ന് പറയാനുള്ള മൊമെന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. സ്കൂൾ ടൈമും കോളേജ് ടൈമും തന്നെയല്ലേ മഴ. അതാണ് നമ്മളെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. സ്കൂൾ അങ്ങോട്ട് തുറക്കുന്നതിന്റെ അന്ന് പെരുമഴ. ഓ ആയിരിക്കും. ഞാൻ പ്രാവി. പക്ഷെ നീ ആലോചിക്ക, ആ വഴിയില് നമ്മളെല്ലാരും ആ ടൈമിൽ ഇങ്ങനെ ഞാൻ വേറെ സ്കൂളിലായിരുന്നു വരുന്നത് ടോപ്പ് സമയം എല്ലാരും കാണും. നമ്മള് കുറെ പേരുണ്ട്, പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാരും ഒരുമിച്ച് CBSE ഭയങ്കര പക്ഷേ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാ. എന്റെയൊക്കെ ബുക്ക് കാണണം വീട്ടിൽ വന്ന് അങ്ങോട്ട് എടുക്കാൻ. മഴ പെയ്ത് കഴിഞ്ഞ് അതേജൊക്കെ നീല കളർ എന്ന് വെച്ചാൽ മഷി അങ്ങനെ എല്ലാം നല്ല സമയം. എനിക്ക് ബുക്കില്ലായിരുന്നു. എനിക്ക് ബുക്കുണ്ട്. ആരെഴുതുന്നെന്ന് ചോദിക്കും. മാളവിക എല്ലാത്തിനും റെഫ് നോട്ട് വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ എഴുതുമ്പോഴത്തേ അവൾ എന്റെ നോട്ടിൽ എഴുതും. വീട്ടിൽ പോയിട്ട് അവളെ നോക്കി അവളെ നോട്ടി കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതും. എന്നിട്ട് എക്സാം മുന്നേ കൊണ്ട് എനിക്ക് തരും. എനിക്ക് അമുദയിൽ അങ്ങനെ നോട്ട് വെക്കണം എന്നുള്ളൊരു സമ്പ്രദായം ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് നോട്ട് വെക്കണമെന്നുള്ള സമ്പ്രദായം ഒന്നുമില്ല. പിന്നെ സമയം എക്സാമിന് പഠിക്കണമല്ലോ. അത് വേണം, അതിന് വേണം. അത് വേണം. പഠിക്കണം കേട്ടോ. പഠിച്ചിട്ടെങ്കിൽ എങ്ങും എത്തത്തില്ലെന്ന ആൾക്കാരൊക്കെ പറയുന്നത്. വെറുതെ ഇപ്പൊ നോക്കി, ഇപ്പൊ ലൈറ്റ് മഴ പെയ്യുന്നുണ്ട്. കാണാൻ പറ്റത്തില്ല. രസമില്ല. നല്ല മഴ നല്ല മഴ പെയ്താ കോമഡി. എനിക്ക് ലൈറ്റ് മഴ ഇഷ്ടമാണ്. അല്ലെങ്കിൽ പെരി മഴ വേണം. മഴയത്തിങ്ങനെ ഇറങ്ങാൻ തന്നെ കുളിച്ചിങ് കാണാം. ഞാൻ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, നല്ല മഴ എവിടെയൊക്കെ പോയാലാ, ഒരു ചായയൊക്കെ കുടിച്ചാലും. റൂമിലെ ഫാൻ അണയ്ക്കാൻ മേളിൽ ആളെ വിളിച്ച് ഫാൻ അണയ്ക്കുന്ന ടീമാണ്. പിന്നെ ഈ പൊരിച്ച മീൻ ഒരു സൈഡ് നിന്നിട്ടുള്ളൂ, അപ്പൊ തിരിച്ചിടാൻ വയ്യാത്തോണ്ട് വേണോ. തീറ്റിയുടെ കാര്യത്തിൽ മടിയില്ല കേട്ടോ, ബാക്കി എല്ലാത്തിനും മടിയാണ്. മറ്റേ ഒരു കരിക്കലൊരു എപ്പിസോഡ് ഉണ്ടല്ലോ, മറ്റേ അല്ല കരിക്കലല്ലോ, ഏതാണ് ഹാഷിറിനെ എന്താ പരിപാടി, കൊതു കടിക്കുന്നത് വിളിച്ചിട്ട് അതില്ലേ ആ സെറ്റപ്പ് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു, എന്നെ പോലെ വേറെ ആൾക്കാർ എന്നുള്ളത്. ഞാൻ വിചാരിച്ചു ലോകത്തെ ഏറ്റവും മടിയുള്ള ഞാനാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ മഴ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാം എവിടെയെങ്കിലും ഒക്കെ പോവാം കൂട്ടുകാരെ കുറിച്ചാണ്. ഞാൻ ഇങ്ങനെ ഫോൺ എടുക്കണമെന്ന് ആലോചിക്കും, പിന്നെ ആയിരിക്കും വേണ്ട നടക്കാതെ കട്ടിൽ തന്നെ ആയിരിക്കും മിക്കപ്പോൾ. അല്ല, ഈ ഞങ്ങൾ എവിടെ വെളിയിൽ പോയാൽ ഈ മോനെ ഞങ്ങൾ വിളിക്കാറുണ്ട്, എല്ലായിടത്തും വിളിക്കാറുണ്ട്. വേറുണ്ട് വിളിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ടേക്ക് എവിടെയോ പോകാനായിട്ടാണ്. പിന്നെ ഞാൻ എടുത്ത് മൊണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാര് മനസ്സിലാവും മൊണ്ടിയാണ്. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഉറങ്ങുക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം, നമുക്കറിയാം ഞങ്ങക്ക് 100% അറിയാം. ഞാനിത് പറയുന്നത് വെറുതെ അവന് മനസ്സിലായെന്ന്. പിന്നെ ഞങ്ങളൊന്നും പറയില്ല, പോട്ടെ കുഴപ്പമില്ല പോട്ടെ. ഇന്ന് മഴ ഇപ്പൊ നല്ല മഴ, നല്ല മഴ. നമ്മൾ ഈ മൈക്കിന്റെ ഈ സംഭവം നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ഈ മഴയത്ത് സെറ്റ് ആവുമെന്നു. അതെ, ഉപദ്രവമാണ് ചെയ്യുന്നത് നടത്തറിയോ, വിചാരിച്ചിട്ട് നമ്മൾ ഫുൾ ക്ലോസ് ആയിരിക്കും എന്നായിരിക്കും അവരൊരു ഗസ് വരും. ഇത്രയല്ലേ കാണുന്നുള്ളൂ. ഇത് ബാൽക്കണിയാണ്, ഇത് റോഷിന്റെ വീട്ടിന്റെ അടിപൊളി ബാൽക്കണി. പക്ഷെ അടിപൊളി ബാൽക്കണിയാണ്, ഇവര് കണ്ടിട്ടില്ല. എന്നാലും ഞങ്ങളാണ് ഇവരെ കുറെ നാൾ ഞങ്ങളാണ് പിന്നെ കണ്ടിട്ടില്ല. ഇടക്കിടക്ക് വരാറുണ്ട്. എന്തിന് അച്ഛൻ വരുമ്പം അച്ഛൻ വരുമ്പോ ക്ലീൻ ചെയ്യാനൊക്കെ ഇത്തവണ നമ്മള് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കോ. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളല്ല ഇവര്. അങ്ങനെ അച്ഛൻ മേലെ തൂത്തു, അച്ഛൻ തൂത്ത്, നമ്മളതിന് മുമ്പേ തൂത്ത്, ആദ്യം തൂത്ത്. അപ്പം മഴയുടെ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ഈ ബാക്കി കാര്യങ്ങളിലോട്ട് വെക്കാം. നമ്മളെ വീഡിയോ എല്ലാവരും കാണണം. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഞാനും ഇവനും കൂടി ചായ കുടിക്കാൻ പോകണം, കഴപ്പ് കാണിക്കുന്നേക്കാം. എല്ലാവരും കാണണം.
അല്ല ഞാൻ ഡീസന്റ്. അപ്പം ബൈ ഗായ്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. എല്ലാരും ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടിങ് ടിങ് ടിങ്.